ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സർവൈവൽ മൂവീസ് തുടക്കം മുതൽ ഒടുക്കം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു തരം കാറ്റഗറി മൂവിയാണ് സർവൈവൽ മൂവീസ്. ഈ കഥയിൽ ഒരു 5 പെൺ സുഹൃത്തുക്കളുണ്ട്. അവരുടെ ഒരു സൗഹൃദം എന്ന് വെച്ചാൽ അത് അത്രയും ഹാർഡാണ് കേട്ടോ. അങ്ങനെ ഈ 5 പേരും കൂടെ കൂട്ടത്തിൽ ഒരാളുടെ വിവാഹം നടക്കാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഒരു ട്രിപ്പിനായിട്ട് ഒരു ഐലൻഡിലേക്ക് പോവാണ്. ആ ഐലൻഡിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. വിജനമായിട്ട് കിടക്കുന്ന ഐലൻഡാണ്. ഒന്ന് എൻജോയ് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോയാൽ അവർക്ക് അറിയില്ലായിരുന്നു ആ ഐലൻഡും അതിന് ചുറ്റുമുള്ള കടലിലും ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. എന്താണ് അപകടം അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഈ അപകടത്തിൽ നിന്നും ഇവർ എത്ര പേർ രക്ഷപ്പെടും, ആരൊക്കെ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ എന്താ ഈ സംഭവിക്കാൻ പോവുക, എല്ലാം നമുക്ക് ഈ കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ 2 പെൺ സുഹൃത്തുക്കള് സ്ട്രീറ്റിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രി ആയിട്ടുണ്ട്. പെൺ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാനൊക്കെ നിൽക്കുകയാണ്. അതിൽ ആ ഒരു കറുത്ത മുടിക്കാരി ഉണ്ടല്ലോ, അവളുടെ പേര് മാഗി. അതുപോലെ തന്നെ ആ ഒരു വെളുത്ത മുടിക്കാരിയുടെ പേര് കൈല. അപ്പൊ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഈ ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇന്നലെ നമ്മുടെ ആ ഒരു കൂട്ടുകാരി അവൾ പ്രണയിച്ച ആ ഒരു ചങ്ങായി അവളെ ചതിച്ചു. ഇതാണ് ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എന്തിനാ ഒരു ആണിനെ. എന്തായാലും ഇവരൊരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഗ്യാങ് വരുന്നത്. ഈ ഗ്യാങ് ആണെങ്കിൽ ഈ പെണ്ണും കല്യാണം കഴിക്കുക, ആണും കല്യാണം കഴിക്കുക, ഇങ്ങനെയുള്ള ഈ പരിപാടികളെ ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ബുള്ളി ഗ്യാങ് ആണ്. നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ മാഗി. ഇവരെ കണ്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഭയങ്കര മോശമായ രീതിയിൽ എന്ത് റിലേഷൻ ആണ്, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കയ്യിലുണ്ടല്ലോ, കൈ കൊണ്ട് തെറിയെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ മാഗി പറയുന്നുണ്ട്, നീ ഒന്നും കാണിക്കാൻ നിൽക്കില്ല, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന്. ഇതൊന്നും കയ്യിൽ കേട്ടില്ല കേട്ടോ. ഇത് കണ്ട് ദേഷ്യം വന്ന ആ ഒരു പെൺപിള്ളേരാണെങ്കിൽ നമ്മുടെ ഈ ഒരു മാഗിയെ വലിച്ചിട്ട് താഴേക്കിടുകയാണ്. നല്ലതായിട്ട് ചവിട്ടാൻ തുടങ്ങി. ഓടി വന്നിട്ട് നമ്മുടെ കയ്യിലെ തടുക്കാൻ നോക്കിയെങ്കിലും അതിലൊരാൾ പിടിച്ചു വെക്കുകയാണ്. പാവം കയ്യിൽ കാണിച്ച തെറിക്ക് അടി കൊണ്ടത് മാഗിക്ക് നല്ല അടി കിട്ടിയെന്ന് പറയാലോ. എന്തായാലും ഈ ഒരു സംഭവം കഴിഞ്ഞ് ഇപ്പൊ 1 വർഷമായിട്ടുണ്ട്. ഒരു എയർപോർട്ട് കാണിക്കുകയാണ്. അവിടേക്ക് ഇപ്പൊ നമ്മുടെ മാഗി വന്നിറങ്ങിയാണ്. അവളെ കൂട്ടാനായിട്ട് കൈലയും വന്നിട്ടുണ്ട്. എന്നാൽ കൈലയെ കണ്ട സമയത്ത് വല്ലാത്തൊരു ഭാവത്തിൽ അവൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സംസാരിക്കാനൊന്നും താല്പര്യം കാണിക്കുന്നില്ല. കാരണം 1 വർഷം മുന്നേ നടന്ന ആ ഒരു സംഭവം മാഗിക്ക് അങ്ങനെ പൊതിരെ തല്ല് കിട്ടാൻ തന്നെ കാരണം ഈ ഒരു കൈലയാണ്. അവളോട് പറഞ്ഞതാണ്, അവൾ കേട്ടില്ല. എന്തായാലും കയ്യിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മാഗി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ കയ്യിൽ ചോദിക്കാണ്, 1 വർഷമായിട്ട് നീ അത് മറന്നിട്ടില്ല അല്ലേ? ഒന്നും പറഞ്ഞില്ല. അവളിപ്പോ കൂട്ടാൻ വന്ന വണ്ടിയിൽ കയറിയിട്ട് ഇവര് പോവാണ്. എന്തിനാ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നു വെച്ചാല് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ലൂസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. ഇവരുടെ കൂട്ടുകാരിയാണ്. എന്തായാലും അവരൊരു റിസോർട്ടിൽ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ഇപ്പൊ ലൂസി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോറി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ഈ ലോറിന്റെ സഹോദരനാണ് ലൂസിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കൂട്ടുകാരി കാണുന്നത്. ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് എല്ലാവരും. ഇനി ഇവരുടെ കൂട്ടത്തിൽ 5ാമതൊരാൾ കൂടി ഉണ്ട്. അവളുടെ പേര് റോത്ത് എന്നാണ്. അല്ല, എവിടെ നമ്മുടെ റോത്തിനെ തപ്പി പോകാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വണ്ടി എടുത്ത് ആ ഒരു ബീച്ചിലൂടെ അവരങ്ങനെ പോവാണ്. അവസാനം റോത്ത് ഒരു വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവളെയും കിട്ടാണ്. 5 പേരും കണ്ടതല്ല, അടിച്ച് പൊളിക്കാണ്. മാത്രമല്ല ഒരു വിവാഹം നടക്കാൻ നിൽക്കുമ്പോൾ അതിന്റേതായ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാ ഫാമിലിയും തമ്മിൽ. സോ ഫാമിലിയൊക്കെ വന്നിട്ട് അതിന്റേതായ ഒരു പാർട്ടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടെ. ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി. പിന്നെ പൂരാണ്. ഡാൻസും പാട്ടും കൂത്തും വെള്ളാടി എന്നൊക്കെ പറഞ്ഞിട്ട് പൂരം സെലിബ്രേഷൻ ആണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നിന്നപ്പോൾ ഒരുപാട് വൈകി. എല്ലാവരും നല്ല രീതിയിൽ തന്നെ കിടക്കാണ്. രാവിലെ ആയപ്പോ തന്നെ മറ്റേ ലൊറയും വന്നിട്ട് എല്ലാവരും വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്നു മുതലേ ആ ലൂസിയ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് ഡേ ഓഫ് ബാച്ചിലർ ലൈഫ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും എന്റെ ചേട്ടനെ തന്നെയാ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ഒരു ദിവസം എന്തായാലും നമുക്കൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവരെ 4 പേരെയും കൂട്ടിയിട്ട് ലോറി നേരെ ബീച്ചിലേക്ക് പോവാണ്. അവിടെ എന്തോ ബോട്ടോ കാര്യങ്ങളോ റെഡി ആക്കിയിട്ടുണ്ട്. സോ ആ ഒരു ബോട്ടിൽ ഇവർ 5 പേരും കയറുകയാണ്. മാത്രമല്ല ഇവരുടെ ഫോണുകളെല്ലാം ഒരു ബാഗിലേക്ക് ആക്കിയിട്ട് നേരെ ഇവർ കടലിലൂടെ കുറച്ച് ഒറ്റപ്പെട്ട ഒരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ബീച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബീച്ച് കണ്ട പാടിന് നമ്മുടെ കയ്യിൽ അവിടേക്ക് ചാടി ഇറങ്ങുന്നത്. അവളുടെ പിന്നാലെ തന്നെ മാഗിയുണ്ട്. ഇവർ 2 പേരും ഇറങ്ങിയ സമയത്ത് ലോറേൻ ഉണ്ടല്ലോ, ബോട്ട് പയ്യെ പിന്നിലേക്ക് എടുക്കണം. ഇപ്പൊ കൈലയും മാഗിയും സ്വാഭാവികമായിട്ട് ചോദിക്കാലോ, അല്ല നിങ്ങൾ ഇറങ്ങുന്നില്ലേ, എന്താ ഞങ്ങളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ മാത്രം പോവാണോ? ഈ സമയത്ത് റോത്ത് ഇവരെ നോക്കിയിട്ടൊരു കാര്യം പറയണം. കഴിഞ്ഞ 1 വർഷമായിട്ട് 2 പേര് തമ്മിൽ മര്യാദക്ക് സംസാരിക്കുന്നില്ല എന്നറിയാം. അതുകൊണ്ട് ഈ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്ത് ഞങ്ങൾ പോയിട്ട് നിൽക്കാം. ആ സമയം കൊണ്ട് മര്യാദക്ക് സംസാരിച്ച് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് വന്നാൽ മതി. അതായത് ഇവർ 3 പേരും ലൂസിയ, ലോറിൻ അതുപോലെ തന്നെ റോത്ത് 3 പേരുണ്ടാക്കിയ ഒരു പ്ലാനാണ് 2 പേരും ഒന്ന് ഒരുമിപ്പിക്കാനായിട്ട്. എന്തായാലും ഇവർ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇവർ 2 പേരും ഒറ്റയ്ക്കാണല്ലോ. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടോ ചോദിച്ചാൽ എവിടെ ഇല്ല. നമ്മുടെ മാഗി കടുംപെടുത്തത്തിലാണ്. കയ്യിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പോ അവിടെ പോയിട്ട് മണലിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. ഇതേ സമയത്ത് തന്നെ ആ ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ പിള്ളേര്, അതായത് ലൂസിയ, ലോറൈൻ, റോത്ത് ഇവരെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ബിയറൊക്കെ അടിച്ചുകൊണ്ട് അതിലൂടെ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഇപ്പൊ അവരിങ്ങനെ സംസാരിക്കുകയാണ്. ഇനി അവളമാരെങ്ങനെ സംസാരിക്കാതിരിക്കുവോ? അല്ലെങ്കിൽ വെറുതെ അടിപിടി കൂടുവോ? എന്താണാവോ? എന്തായാലും അത് പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് ഈ ലൂസിയ നേരെ വെള്ളത്തിനടിയിലേക്ക് ഡൈവ് എടുത്ത് പോവാണ്. കാരണം ഇതിനടിയിൽ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ടാവുക. എന്തായാലും താഴേക്ക് നോക്കുമ്പോൾ ഈ പവിഴപ്പുറ്റുകൾക്കിടയിലായിട്ട് ഒരു പഴയ ബൊമ്മയെ കാണുന്നുണ്ട്. അത് എടുക്കാനായിട്ട് ലൂസിയ താഴേക്ക് പോയ സമയത്ത് മുകളിലൂടെ എന്തോ ഒരു നിഴല് പോകുന്നതായിട്ട് കാണുകയാണ്. അവൾ ആകെ ഭയന്ന് മേലോട്ട് നോക്കിയപ്പോൾ മറ്റേ ആ ഒരു പരന്ന മീനുണ്ടല്ലോ, പെട്ടെന്നായതുകൊണ്ട് അതിന്റെ ആ ഒരു പേര് വായിലേക്ക് വരുന്നില്ല. എന്തായാലും ആ ഒരു പരന്ന മീനിനെ കാണാണ്. ഭയങ്കര ഭയത്തില് അവള് ആദ്യമൊന്നും ഞെട്ടിപ്പോയി, ഇതുപോലെ നിഴല് കണ്ടപ്പോ. എന്നാൽ ഈ ഒരു മീനൊന്നും യാതൊരു അപകടകാരിയോ അങ്ങനെയുള്ള മീനൊന്നും അല്ല. എന്തായാലും മേലേക്ക് വന്നു. ഇതേ സമയത്ത് തന്നെ മാഗിയും കയ്യിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാണ്, എന്തായാലും ഇത്ര നേരം ആയില്ലേ, നമുക്ക് എന്തായാലും ഒന്ന് അഭിനയിക്കാം. എന്തായാലും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന രീതിയിൽ അവരിങ്ങനെയൊക്കെ ചെയ്തതല്ലേ. അതുകൊണ്ട് മാഗിയും കയ്യിലും തീരുമാനിക്കുകയാണ് നീന്തിക്കൊണ്ട് തന്നെ ഈ ഒരു ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. സോ അവർ രണ്ടുപേരും കൂടെ ആ ഒരു വെള്ളത്തിലൂടെ അങ്ങനെ പോകുന്ന സമയത്ത് കയ്യിൽ സമ്മതിക്കുകയാണ്, മാഗി ശരിയാണ്, എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്നോടൊന്ന് ക്ഷമിക്കുക. എന്തായാലും മാഗിയും ഇപ്പൊ കൈലിയോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് രണ്ടുപേരുടെ ഇടയിലുള്ള ഒരു പ്രശ്നമൊക്കെ ഒരുവിധം ഒന്ന് സോൾവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ വെള്ളത്തിന്റെ ഒരു ഭാഗത്തുകൂടെ ഒരാൾ അങ്ങനെ പോകുന്നുണ്ട്, ഒരു ഷാർക്ക്. അത് ഇവർ രണ്ടുപേരും മാഗിയും കൈലിയും കാണുന്നില്ല. എന്തായാലും പിന്നീട് ബാക്കിയുള്ള 3 പേരുള്ള ആ ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ മാഗിയും കൈലിയും പറയണം, ഒന്ന് കൈ നമുക്ക് ഒരുമിച്ച് പിടിക്കാം, നമ്മുടെ ഇടയിലെ പ്രശ്നമൊക്കെ തീർന്നു എന്ന് അവർ വിചാരിച്ചോട്ടെ. ഇവർ രണ്ടുപേരും ഇങ്ങനെ കൈ പിടിച്ച് വരുമ്പോൾ തന്നെ കല്യാണ പെണ്ണായിട്ടുള്ള ലൊറൈൻ ഉണ്ടല്ലോ, അവൾക്ക് ഹാപ്പി ആവണം, സന്തോഷമാവണം. സമാധാനായി, ഇവരൊന്ന് ഒരുമിച്ച് കാണാനാണല്ലോ ഈ പ്ലാനൊക്കെ ചെയ്തത്. ഇപ്പൊ മാഗിയും കൈലിയും വന്നിട്ട് ഇപ്പൊ ഈ ലൊറൈൻ്റെ അടുത്ത് പറയണം, എടി നിന്റെ കല്യാണം അതുപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം ഒരുമിച്ചാക്കിയാലോ. ഇത് കേട്ട സമയത്ത് ലൊറൈന് വീണ്ടും സന്തോഷമാണ്. അതുപോലെ തന്നെ ലൂസിയ, റോത്ത് ഇവരൊക്കെ ആകെ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൂസി റോത്തും കൂടെ പോയിട്ട് അവിടുന്ന് വെള്ളത്തിൽ നിന്ന് അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റോത്തിന്റെ അരഭാഗത്തോളം വെള്ളമുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോത്തിന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അവൾക്ക് എന്തോതുപോലെ. പിന്നെ ഇവർ നോക്കുമ്പോൾ റോത്തിന്റെ ചുറ്റുഭാഗത്തായിട്ട് രക്തത്തിന്റെ കളർ അങ്ങനെ ആവാൻ തുടങ്ങി. അവളിപ്പോ നിലവിളിക്കാണ്. ഇവർ ഓടിച്ചെന്നിട്ട് എങ്ങനെയൊക്കെയോ ഈ റോത്തിനെ കരയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ കാലിന്റെ ഒരു ഭാഗത്തുള്ള ഇറച്ചി എന്തോ ഒന്ന് കടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. രക്തം വന്നുകൊണ്ടിരിക്കുകയാണ്. റോത്ത് നിലവിളിക്കാണ്. ഇത് കണ്ട നമ്മുടെ ലൊറൈൻ ഉണ്ടല്ലോ, കല്യാണ പെണ്ണ്, അവളാകെ പേടിച്ചു പോവാണ്. എന്റെ ലൂസിയ, നീ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളൊക്കെ കൊല്ലാനാണോ? ഇവിടെ ഷാർക്കുള്ള വിവരം നിനക്ക് അറിയില്ലായിരുന്നോ? ഇപ്പൊ ലൂസി പറയണ, നീ ഒന്നും മിണ്ടാതിരിക്കുക, എങ്ങനെയെങ്കിലും റോത്തിന്റെ ആ ഒരു രക്തം പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ആക്കണം. ഒരു തുണി കൊണ്ടുപോകാന്ന് പറയണത്. വേഗം തന്നെ ഒരു തുണി കൊണ്ടുവരുന്നുണ്ട്. ഇവർ ആ ഒരു മുറിയെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലൊറൈൻ ഫോൺ വിളിച്ച് പുറത്തേക്ക് ഹെൽപ്പ് ചോദിക്കാൻ നോക്കുമ്പോൾ ഫോൺ കണക്ട് ആവുന്നില്ല, സിഗ്നൽ പോവാണ്. എന്തായാലും ബോട്ട് എടുക്ക്, പോകുന്ന വഴിയിൽ നമുക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ബോട്ട് എടുത്തിട്ട് എങ്ങനെയൊക്കെയോ റോത്തിന് അതിലും കയറ്റിയിട്ട് മുന്നോട്ടേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഇവർ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പോകുന്ന ഭാഗത്തുനിന്ന് ഒരു ആംബുലൻസ് ബോട്ട് വരികയാണെങ്കിൽ അത്രയും നന്നായിരിക്കുമല്ലോ. ഇവളുടെ ഈ ഒരു രക്തം പോകുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്ന് പോകുന്ന സമയത്ത് നമ്മുടെ കല്യാണ പെണ്ണ് ലൊറൈൻ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്റെ ലൂസിയ, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? നാളെ എന്റെ കല്യാണല്ലേ. ഒന്നും ചിന്തിക്കാതെ ഞങ്ങൾ എല്ലാവരെയും നീ ആപത്തിലാക്കിയില്ലേ. ഇതേ സമയത്ത് തന്നെ ലൂസി പറയണ്, ലൊറൈൻ നീ കുറച്ച് പതിയെ ബോട്ട് ഓടിക്കുക. അതായത് അവൾ നല്ല ബേജാറിലായിരുന്നു കേട്ടോ. ബേജാറ് മീൻസ് പേടിയിലായിരുന്നു. ഇപ്പൊ ലൂസിയെ കുറച്ച് പതിയെ ഈ ബോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു കാരണം ഈ ഒരു ഭാഗം വലിയ ആഴമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പവിഴപ്പുറ്റുകൾ വെള്ളത്തിന്റെ കുറച്ച് മുകളിലായിട്ട് അങ്ങനെ പൊന്തി നിൽക്കും. ഇതിലെങ്ങാനും പോയിട്ട് ബോട്ട് ഇടിക്കുകയാണെങ്കിൽ വലിയ ക്രാക്ക് ഉണ്ടാവും. എന്നാൽ ലൂസിയ, നീ വേഗത്തിൽ ഓടിക്കല്ലേ, സ്പീഡ് കുറയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ വാശിയായിട്ട് ലൊറൈൻ ഒന്നുകൂടെ സ്പീഡ് കൂട്ടുകയാണ്. പറഞ്ഞു തീർന്നില്ല. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു പവിഴപ്പുറ്റിൽ പോയിട്ട് ഒന്ന് സ്ക്രാച്ച് ആവുകയാണ് ഈ ഒരു ബോട്ട്. ചെറിയൊരു തുള വന്നു, അതിലൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വാൺ ചെയ്താണ്, കേട്ടില്ല. ഇപ്പൊ എല്ലാവരും കൂടെ ആ ഒരു ഹോൾ അടിച്ചുകൊണ്ട് വെള്ളം ഉള്ളിലേക്ക് കയറി വരുന്നില്ലേ, ഇതിനെങ്ങനെയെങ്കിലും തടുക്കാൻ നോക്കുകയാണ്. ചെറിയ തുണി, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, ഇതെല്ലാം വെച്ച് ഇവർ ആ ഒരു ഹോൾ ഉണ്ടല്ലോ ഇതിനെ പൊത്തി വെക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഇതിന്റെ ആ ഒരു ഹോൾ അടയുന്നില്ല കേട്ടോ. വെള്ളം ഉള്ളിലേക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ലൂസി വിചാരിക്കുകയാണ്, അവൾക്ക് ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം തോന്നുകയാണ്. ഈ 4 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? ലൂസിയല്ലേ. അതുകൊണ്ട് ആ ഒരു കുറ്റബോധം അവൾക്ക് നന്നായിട്ട് വരികയാണ്. ഇതിനിടയിൽ നമ്മുടെ കയ്യിൽ അവൾക്ക് അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവൾ എത്ര ലൈഫ് ജാക്കറ്റ് ഈ ഒരു ബോട്ടിൽ ഇപ്പൊ നിലവിലുണ്ട് എന്ന് നോക്കുമ്പോൾ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതായത് ഒരാൾക്ക് മാത്രമേ ഈ ലൈഫ് ജാക്കറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കൂട്ടത്തിൽ ഭയന്നത് ലൊറൈൻ ആയിരുന്നു. അതായത് ആ ഒരു കല്യാണ പെണ്ണ്. അവളിപ്പോ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബോട്ടിന്റെ ഒരു ഭാഗത്ത് പോയിരുന്നുകൊണ്ട് എന്തൊക്കെയോ ഈ എന്താ പറയാ, നമ്മുടെ മാനസിക നില തെറ്റില്ലേ, ആ സമയത്ത് എന്തൊക്കെയോ പാടില്ലേ, പറയില്ലേ, അതുപോലെ തന്നെ ലൊറൈൻ ഇങ്ങനെ ഓരോന്ന് പാടാൻ തുടങ്ങണം. എന്താ നിനക്ക് പറ്റിയെന്ന് ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുമ്പോൾ ലൊറൈൻ ഇങ്ങനെ പറയാണ്, എനിക്ക് നീന്താൻ അറിയില്ല. ഇത് കേട്ടപ്പോ കയ്യില് പറയാണ്, നീന്താൻ അറിയില്ലേ? ഇത്രയും കാലമായിട്ട് നീ അപ്പൊ അതിന് ശ്രമിച്ചില്ലേ? ചെറുപ്പത്തിലൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഈ ലൊറൈൻ പറയാണ്, എനിക്ക് വെള്ളം പേടിയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഞാൻ വെള്ളത്തിൽ മുങ്ങി പോവല്ലാതെ എന്നെ കൊണ്ട് നീന്താൻ പറ്റിയിട്ടില്ല. ഇപ്പൊ വേഗം തന്നെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന ഈ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെടുത്ത് ഇപ്പോ ലൊറൈന്റെ കയ്യിൽ കൊടുക്കാണ്. ഇത് പിടിച്ചിരുന്നു എന്ന് പറയാണ്. എന്തായാലും ലൊറൈൻ ഇപ്പോ അത് നെഞ്ചോട് അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ ഇന്ന് മരിക്കുവോ, എനിക്ക് നാളെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? വല്ലാത്തൊരു ഭയം, ബാക്കിയുള്ള എല്ലാവരെക്കാളുള്ള ഭയമാണ്. അതായത് നീന്താൻ അറിയാത്തവർക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു നരകം തന്നെയായിരിക്കും. എന്തായാലും ബോട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിയെ വെള്ളം കയറി അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം നോക്കിയിട്ട് ഓൾറെഡി ഈ റോത്തിന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. കാല് മുറിവായില്ല, ഒരുപാട് രക്തം പോയില്ലേ. സോ ആകെ ഉണ്ടായിരുന്ന ആ ഒരു
ലൈഫ് ജാക്കറ്റ് അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവളെ വെള്ളത്തിലേക്ക് ഇറക്കാണ്. അവളിങ്ങനെ പൊന്തി നിൽക്കുമല്ലോ. സോ ബാക്കിയുള്ള 3 പേരും, അതായത് മാഗി, കൈല, ലൂഷ്യ, ഇവർക്ക് 3 പേർക്കും നീന്താൻ അറിയല്ലോ. അപ്പൊ ഇവരിങ്ങനെ റോത്തിനെ ഹോൾഡ് ചെയ്തേക്കും. അതുപോലെ തന്നെ ലൊറിൻ ആണെങ്കിൽ അവളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഫൈബറിന്റെയോ പ്ലാസ്റ്റിക്കിന്റെ ഒരു പീസില് അത് പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു ബോട്ടിലേക്ക് പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ട് ആ ഒരു ബോട്ട് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലേക്ക് പോവാണ്. സോ എന്തൊക്കെയായാലും ലൊറൈന് നീന്താൻ അറിയില്ലല്ലോ. അവൾ ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന സാധനത്തിന് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിലും ആ ഒരു ഭയം കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ കൂട്ടത്തിൽ ഓരോരുത്തരുടെ ദേഹത്ത് ഇങ്ങനെ കൈവെക്കും. അതിനിടക്ക് മാഗിയുടെ ദേഹത്ത് ഒന്ന് അമർത്തി പിടിക്കുമ്പോൾ അവൾ വെള്ളത്തിലേക്ക് അറിയാണ്ട് താന്നു പോവുകയാണ്. വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മാഗി മുങ്ങിപ്പോയ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. വല്ലാത്തൊരു ഡിസ്റ്റർബ് ആവുകയാണ്. വേഗം പൊങ്ങി വന്നിട്ട് ഇപ്പൊ ലൊറൈനോട് പറയാണ്, നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ബാക്കിയുള്ളവരുടെ ജീവന് കൂടെ ഇത് ആപത്താവും. ഇല്ല, ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് ലൊറൈൻ പറയാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞു, വെള്ളത്തിലേക്ക് ഇറങ്ങിയല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വരുന്നുണ്ട്. ലൊറൈനും അതിലെങ്ങനെ പിടിച്ച് നിൽക്കണമെന്ന് മനസ്സിലായി. ഇതിനിടയിൽ കയ്യിൽ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. അതെടുത്ത് ഹെൽപ്പിന് വേണ്ടി വിളിക്കാൻ നോക്കുമ്പോൾ ഇത്രയും നേരം വെള്ളത്തിൽ കിടന്നതല്ലേ, അത് വർക്കായില്ല. ദേഷ്യം കൊണ്ട് കയ്യിലെ ഫോൺ എടുത്ത് ഒരു ഏറ് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് എല്ലാവരും ഇങ്ങനെ കൂടി ഒരുമിച്ച് നിൽക്കുകയാണല്ലോ. ഇപ്പൊ ലൊറൈന് നമ്മുടെ മാഗിയും കയ്യിലും നോക്കിയിട്ട് പറയണം, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലോ, അത് തന്നെ വലിയ സമാധാനം. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്തിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ മാഗിയും കയ്യിലും ലൊറൈന് നോക്കുകയാണ്. എന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾ വെറുതെ നിങ്ങളെ പ്രാങ്ക് ചെയ്താണ്, ഞങ്ങൾ പഴയതുപോലൊന്നും ആയിട്ടില്ല, ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ലൊറൈന് ഇപ്പൊ ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമാവണം. ഇതേ സമയത്ത് തന്നെ ലൂസിയുടെ കാലിൽ എന്തോ ഒന്ന് വന്നിങ്ങനെ അടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ലൂസി വിചാരിച്ചു ലൊറൈന് നീന്താ അറിയില്ലല്ലോ, അവള് കാലുകൊണ്ട് വെറുതെ ഇട്ട് ഇളകുന്നതായിരിക്കുന്നു. അപ്പൊ ലൂസി പറഞ്ഞു, ഒന്ന് അടങ്ങിയിരിക്കുന്നത്. എന്താ അടങ്ങിയിരിക്കണ്ടേ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്താണ് ഒരു കാര്യം കാണുന്നത്, ഷാർക്കിന്റെ വാലിന്റെ മുകൾ ഭാഗം. അപ്പൊ കാര്യം മനസ്സിലായി, ആരാണ് ലൂസിയുടെ കാലിൽ വന്നിട്ട് തട്ടിയതെന്ന്. പിന്നെ ഭയം വരാതിരിക്കോ, ഷാർക്ക് ആണ് ചുറ്റുമുള്ളത്. അതേ സമയത്ത് തന്നെ ലൊറൈൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ ആരും പേടിക്കണ്ട, ഷാർക്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അത് വന്നാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യങ്ങൾ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അതിനൊരു ആകാംക്ഷ ഉണ്ടാവും, ആ ആകാംക്ഷ ഉള്ളത് കൊണ്ടാണ് അതിങ്ങനെ ചുറ്റി വരുന്നത്. എപ്പോഴും ഒരു സ്രാവ് നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്നില്ല. ഒരുപാട് ഡോക്യുമെന്ററി ഒക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇതേ സമയത്തിന് ഇവര് നോക്കുമ്പോൾ ഈ ഒരു ഷാർക്ക് ഏകദേശം അടുത്തടുത്ത് വരികയാണ്. നോക്കുമ്പോൾ എന്താണ്, ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഓൾറെഡി പരിക്കേറ്റ് കിടക്കുകയാണല്ലോ. അതായത് റോത്തിന്റെ കാലിൽ നിന്നും രക്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തത്തിന്റെ സ്മെല്ല് അടിച്ചുകൊണ്ടാണ് ഷാർക്ക് വരുന്നത്. രക്തത്തിന്റെ സ്മെല്ല് അടിച്ചറിയാലോ ഷാർക്ക് വയലന്റ് ആകും. അതായത് അത് അതിന്റെ ഇരയെ കണ്ടുപിടിച്ചു എന്നാണ് അതിന്റെ ആ ഒരു അർത്ഥം. ഇപ്പൊ നമ്മുടെ ലൂസിയുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പൊ അവൾ ആ ഒരു കത്തി എടുത്തിട്ട് പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഇനി എങ്ങാനും അത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്തോളാന്ന് ലൂസിയ പറയാണ്. ഇതേ സമയത്ത് ചിരിച്ചുകൊണ്ട് ലൊറൈൻ പറയാണ്, ഒരിക്കലും നടക്കില്ല, ആയുധം കൊണ്ട് സ്രാവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല, ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഷാർക്ക് നമ്മുടെ നേർക്ക് വരികയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കൈ മടക്കി അതിന്റെ മുഖത്തോ കണ്ണിനോ പഞ്ച് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് തിരിച്ചു പോവുള്ളൂ. അയ്യോ, നിന്റെ അച്ഛൻ കൊള്ളാലോ, അതായത് നിനക്ക് നീന്താനൊന്നും പഠിപ്പിച്ചു തന്നില്ല, പക്ഷെ കടലിലെ പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഒന്ന് പോയ ലൊറൈൻ അവിടുന്ന്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരു ഷാർക്ക് വരുമ്പോൾ നമ്മുടെ കൈ വെച്ച് എങ്ങനെ അതിനെ ഇടിക്കുക. ഇതെല്ലാം പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് ചിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അതായത് റോത്ത് ഒരക്ഷരം മിണ്ടുന്നില്ല, ചലനമില്ലാതെ കിടക്കുകയാണ്. ആ കാര്യം ശ്രദ്ധിച്ചത് മാഗിയാണ്. മാഗി ഈ കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. ഇവര് നോക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ റോത്തിന് ഇപ്പൊ ശ്വാസം വരെ വിടാൻ കഴിയുന്നില്ല. അങ്ങനെ അധികം വൈകാതെ ഇവർ ആ ഒരു കാര്യം മനസ്സിലാക്കി ഇവരുടെ കൂട്ടത്തിൽ 5ാമത്തെ ആളായിട്ടുള്ള അതായത് റോത്ത് മരണപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ഷോക്കായി പോയി. ഏറ്റവും കൂടുതൽ ഷോക്കായത് നമ്മുടെ ലൂസിയാണ്. കാരണം അവളാണല്ലോ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അവളാകെ തരിച്ചു പോവാണ് കേട്ടോ. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പം ഈ ലൂസി തന്നെ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് റോത്തിന്റെ കയ്യിലെ രക്തം ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഷാർക്കുകൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ലൂസിയ ഒരു കാര്യം എല്ലാവരോടും പറയുന്നുണ്ട്. അതായത് ഷാർക്ക് ഈ ഒരു രക്തം ഉള്ളത് കൊണ്ടാണ് വരുന്നത്, പതിയെ നമുക്ക് ഇവളെ തള്ളി വിട്ടാലോ, മറ്റൊരു രക്ഷയും നമുക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിനെതിർക്കാണ്. അതായത് മാഗി ഒഴികെ. കൈലിയും അതുപോലെ തന്നെ ഈ ലൊറൈനും അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ മാഗി പറയുന്നുണ്ട്, അവള് പറയുന്നത് ശരിയല്ലേ, എന്തായാലും മരിച്ചു കഴിഞ്ഞു, ഇനി എന്തിനാ നമ്മളൊരു ആപത്തിന് വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ സമ്മതം മൂളിയിട്ട് ഇപ്പൊ റോത്തിന്റെ ദേഹത്ത് നിന്നും ആ ഒരു ലൈഫ് ജാക്കറ്റ് ഊരി മാറ്റുകയാണ്. പയ്യെ അവളുടെ ആ ഒരു ബോഡി തള്ളി വിടുന്നുണ്ട് കേട്ടോ. അധികം വൈകിയില്ല, കുറച്ച് സ്രാവുകൾ വന്ന് അവളുടെ ആ ഒരു ദേഹം താഴേക്ക് കടിച്ച് വലിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ഇവർ ഊരിയെടുത്ത ആ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മുടെ ലൊറൈന് കൊടുക്കുകയാണ്. അവൾക്ക് ഓൾറെഡി നീന്താൻ അറിയില്ലല്ലോ. ഇതിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ സമയത്ത് നമ്മുടെ മാഗി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഒരു കാര്യമില്ല. അതായത് നോർത്ത് സൈഡിലേക്ക് ആരെങ്കിലും ഒരാൾ നീന്തി പോകണം, ഒരു ഹെൽപ്പുമായിട്ട് വരണം, ആര് വേണമെങ്കിലും അത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ ഞാനും ഓക്കെയാണ്. ഇതേ സമയത്തിന് കയ്യില് പറയാണ് മാഗി, വേണ്ട, അത് ഞാൻ ചെയ്തോളാം, നോർത്ത് സൈഡിലേക്ക് എന്തായാലും ഞാൻ പോയിക്കോളാം, ആരെങ്കിലും ഹെൽപ്പിന് കൊണ്ടുവരികയും ചെയ്യാം. അതുപോലെ ഞാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം മാഗി നിന്നോട് പറയട്ടെ, അന്നുണ്ടായ ആ ഒരു കാര്യത്തിൽ ശരിക്കും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇനി നിങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല, എന്നാലും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കയ്യിൽ പറഞ്ഞപ്പോൾ മാഗിക്ക് എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം കയ്യിൽ നേരെ നോർത്ത് സൈഡിലേക്ക് പോവാണ്. അതായത് ഒരാൾ മാത്രം ഇങ്ങനെ നീന്തി പോകുന്നതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൊറൈന് നീന്താൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവളെ താങ്ങിയെടുത്തുകൊണ്ട് വേണം പോകാൻ. സോ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ അതിന് വേഗത ഉണ്ടാവില്ല. ഇപ്പൊ കയ്യിൽ മാത്രം ഒറ്റയ്ക്ക് പോവാണെങ്കിൽ കുറച്ച് വേഗത്തിൽ പോവാം, ഹെൽപ്പിന് ആരെങ്കിലും കൊണ്ടുവരികയും ചെയ്യാം. എന്തായാലും കയ്യിൽ പോയി കുറച്ച് കഴിഞ്ഞു. നമ്മുടെ മാഗി ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എനർജി ലോസ് ആവില്ലേ. അതുകൊണ്ട് തന്നെ മലന്ന് കിടന്നുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടക്കും.
പൊങ്ങിക്കിടക്കുന്ന ആ ഒരു ട്രിക്ക് നീന്താൻ അറിയുന്നവർക്ക് അറിയായിരിക്കും. സോ അതുപോലെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇതേ നേരത്താണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ലൂസി അതുപോലെ തന്നെ ലോറേന് രണ്ടുപേരും എന്തൊരു കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വഴക്ക് കൂടുന്ന കാണിക്കുന്നത്. അതായത് കയ്യിൽ പോയി കഴിഞ്ഞില്ലേ, ഇനി ഈ രഹസ്യം ആരും അറിയാൻ പോകുന്നില്ല, അത് പറ എന്നൊക്കെ ഈ ലൂസി പറയുമ്പോൾ അത് പറയണ്ട എന്ന് ലോറയും പറയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ട് കൈ കൊണ്ട് തട്ടി ചെറിയ രീതിയിൽ വഴക്കിലേക്ക് പോകുമ്പോൾ കയ്യില് പറയാണ്, കയ്യിലല്ല മാഗി പറയാണ്, എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നത്, നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ഇപ്പൊ ലോറേൻ അത് പറയണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ലൂസി പറയാണ്, ഞാനൊരു കാര്യം പറയാം, അതായത് നീ കേട്ട് ഒരിക്കലും വിഷമിക്കരുത്. അന്ന് ആ ഒരു സംഭവം ഉണ്ടായില്ലേ, മാഗിയും അതുപോലെ തന്നെ കൈല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ നിനക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നില്ലേ, ആ രാത്രി കൈലയുടെ കയ്യിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് തുറന്ന് പറയാൻ വേണ്ടി തന്നെ അവളൊരു റിംഗുമായിട്ട് വന്നു. അങ്ങനെയാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സംഭവത്തിന് ശേഷം നിന്നോട് സംസാരിക്കാനായിട്ട് കൈലയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു. അതുകൊണ്ട് കൈലയ്ക്ക് അന്നത് പറയാൻ പറ്റിയില്ല. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം ലോറയും മേടിച്ചു, അതെന്റെ ചേട്ടന് കൊണ്ടേ കൊടുത്തു. അങ്ങനെയാണ് അവർ തമ്മിൽ ഇഷ്ടമാകുന്നതും ഇപ്പൊ കല്യാണത്തിലേക്ക് എത്തിയതും. സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് കയ്യിൽ മേടിച്ചതായിരുന്നു. അവൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു മാഗി നിന്റെ കൂടെ ജീവിക്കാനായിട്ട്. ഇത് കേട്ട സമയത്ത് മാഗി വല്ലാതെ ഷോക്കായി പോവാണ്. അവൾക്ക് എന്നോട് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നു. ഇതുവരെയായിട്ടും അവൾ എന്നോട് ആ രീതിയിൽ സംസാരിച്ചിട്ടില്ല. ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും വിവാഹത്തിനെ കുറിച്ച് ഒരിക്കലും അവൾ എന്നോട് സംസാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എന്തായാലും അവളെ കാണണം. കൈലയുടെ അടുത്തേക്ക് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കൈല മുന്നോട്ടേക്ക് നീന്തി പോയില്ലേ നോർത്ത് സൈഡിലേക്ക്, ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് മാഗി വേഗത്തിൽ നീന്താണ്. അതായത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒന്നും ആലോചിക്കാതെ അങ്ങ് എടുത്ത് ചാടുകയാണ്. ഇതുപോലെ മാഗി നീന്തി പോയപ്പോ ലൂസി പറയാണ്, നീ നിക്ക് പോവല്ലേ, ഒരുമിച്ച് നിൽക്കെന്ന് പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ പോവാണ്. എന്നാൽ ഈ വെള്ളത്തിൽ ഇപ്പൊ ലൊറൈൻ ഒറ്റയ്ക്കാണ്. ലൊറൈൻ നോക്കുമ്പോൾ ഇവര് മുന്നോട്ടേക്ക് നീങ്ങി പോകുന്നില്ലേ, ഇവരുടെ അടുത്തേക്ക് ഷാർക്ക് വരുന്നത് ലൊറൈൻ കാണുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നത്, അവിടെ ഷാർക്ക് ഉണ്ട്, ഇങ്ങോട്ട് തിരിച്ചു വന്ന് ലൊറൈൻ ഉറക്കനെ വിളിച്ച് പറയാണ്. എന്ന് ഇവർ രണ്ടുപേരും ഇത് കേൾക്കുന്നില്ല. എന്തായാലും അങ്ങോട്ടേക്ക് എത്തിയ ആ ഒരു ഷാർക്ക് നമ്മുടെ ലൂസിയുടെ കയ്യിലേക്ക് ഒരൊറ്റ കടി അടിക്കുകയാണ്. കയ്യിൽ നല്ല മുറിവായി രക്തം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാഗിയെ നോക്കുകയാണെങ്കിൽ അവളുടെ അടുത്തും ഇതുപോലെ ഷാർക്കുകൾ വന്ന് വട്ടം ചുറ്റി നിൽക്കുകയാണ്. ലൂസിയൊക്കെ ഒരു കാര്യം മനസ്സിലായി, ഏകദേശം തീരുമാനമായി എന്ന്. അപ്പൊ വെറുതെ എന്തിനാ അവളെ കൂടെ ബലി കൊടുക്കുന്നത്. സോ മാഗിയുടെ അടുത്ത് നിന്ന് ലൂസിയെ കുറച്ച് അകലേക്ക് നീന്തി പോകുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് മുറിവ് ഒന്നുകൂടെ വലുതാക്കി രക്തം നല്ല രീതിയിൽ തന്നെ അവിടെ ആക്കുകയാണ്. വെറുതെ അതിന് വേണ്ടിയിട്ട് ഒരു ഇരയായിട്ട് നിന്ന് കൊടുക്കലല്ല നമ്മുടെ ലൂസിയുടെ ലക്ഷ്യം. കയ്യിൽ കത്തി ഉണ്ടല്ലോ, ഇത് വെച്ച് ആ ഒരു സ്രാവിനെ അറ്റാക്ക് ചെയ്യൽ തന്നെയാണ്. എന്തായാലും ഒരുപാട് രക്തം വന്നപ്പോൾ ലൂസിയുടെ അടുത്തേക്ക് ഈ സ്രാവ് വരികയാണ്. ഒന്നും നോക്കിയില്ല, കത്തി വെച്ച് അതിനെ അവൾ കുത്താൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതിനു മുന്നേ തന്നെ അറിയാലോ ഷാർക്കിന്റെ ആ ഒരു ബൈറ്റിംഗ് പവർ. പാവം നമ്മുടെ ലൂസിയെ കടിച്ചെടുത്ത് കൊണ്ടുപോകണം. അവൾക്കൊന്ന് കത്തി വീശാൻ വരെ പറ്റിയില്ല കേട്ടോ. എന്തായാലും അവൾ വെള്ളത്തിനടിയിലേക്ക് പോവാണ്, മരണപ്പെട്ടു പോയി. ശരിക്കും ഇത് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ മാഗി അതുപോലെ തന്നെ ലൊറൈൻ ഷോക്കായി പോവാണ്. എന്തായാലും ലൊറൈന്റെ അടുത്തേക്ക് തന്നെ മാഗി ചെല്ലുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരുന്ന കരയാണ്. കാരണം നിലവിൽ ഇവർക്ക് രണ്ട് കൂട്ടുകാരെയാണ് നഷ്ടമായിട്ടുള്ളത്. കുറച്ചിനും കഴിഞ്ഞപ്പോൾ ഇപ്പൊ മാഗി പറയണ, ലൊറൈൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും കരയിലേക്ക് നീന്തി പോയാലോ. എന്നാൽ ലൊറൈൻ ഇത് വേണ്ടാന്ന് തന്നെ പറയാണ്. കാരണം കൈല ഈ ഒരു ഭാഗത്തേക്കാണല്ലോ ഇവരെ നോക്കിയിട്ട് വരിക. സോ കൈല വരുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണമെന്ന് പറയാണ്. ഈ സമയത്താണ് അതിലൂടെ ബോട്ട് പോകുന്നത് ഇവർ കാണുന്നത് കേട്ടോ. ഇത് കണ്ട സമയത്ത് തന്നെ ലൊറൈൻ ഉറക്കൻ അലറി കൂവി വിളിക്കുന്നുണ്ട്, നിർത്തൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. കൂടെ തന്നെ മാഗിയും നിലവിളിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു ബോട്ട് അതിലൂടെ പോവല്ലാതെ നിർത്തി ഇവരെ രക്ഷപ്പെടുത്താൻ നിന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ പാർട്ടി നടക്കുകയായിരുന്നു. പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല, ഉള്ളിൽ നല്ല മ്യൂസിക്കുമായിരുന്നു. സോ ഇവരുടെ നിലവിളിയും ആ ഒരു വെള്ളത്തിന്റെ ശബ്ദമൊക്കെ ആയിട്ട് പാവങ്ങളെ ഇവർ കണ്ടില്ല. ആ ഒരു ബോട്ട് അവിടുന്ന് പോവാണ്. എന്തായാലും പോയി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ലൊറൈന് ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം അലറി കരയുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒന്ന് കാമാവുന്നുണ്ട്. ഉച്ചയെല്ലാം കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. വൈകുന്നേരവും കഴിഞ്ഞ് ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടായി തുടങ്ങിയപ്പോൾ സിറ്റുവേഷൻ കുറച്ചുകൂടി മോശമാകുന്ന രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങുകയാണ്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ലൊറൈന്റെ സമനിലേക്ക് തെറ്റി തോന്നുന്നു. അപ്പൊ അവളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, മാഗി ഞാനൊരു തമാശ പറയട്ടെ, ഇപ്പൊ ഈ ഒരു മഴയത്ത് ഒരു ഇടിമിന്നലിടിക്കുകയാണ്, അതെന്റെ മേത്ത് തട്ടി ഞാൻ ആകെ കരിഞ്ഞു പോവാണെങ്കിൽ നാളെ എന്റെ വിവാഹം നടക്കില്ലാലേ എന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോൾ മാഗി ഇങ്ങനെ ലൊറൈനെ നോക്കുകയാണ്. ഇവൾക്ക് എന്ത് ഈ പറ്റിയത്, സമനില തെറ്റിപ്പോയോ? എന്തായാലും ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയത്ത് നല്ല കാറ്റ് ഓടിക്കുകയാണ്. പിന്നെ രാത്രിയായാലും അറിയാലോ കടൽ കുറച്ച് ശോഭിച്ചുകൊണ്ടിരിക്കും. അതായത് വേലിയേറ്റവും വേലിയിറക്കൊക്കെ ആയിട്ട്. സോ തിരമാലകള് വെള്ളത്തിന്റെ ആ ഒരു പൊങ്ങലും താഴലും ഇതൊക്കെ ഭയങ്കര ശക്തിയാകുമ്പോൾ ഇവരുടെ ഉള്ളിലും ആ ഒരു കാളലും മാന്തലൊക്കെ വരികയാണ്. കാരണം വെള്ളം പൊന്തുമ്പോൾ അതിന്റെ കൂടെ ഇവരങ്ങനെ പൊന്തും. അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. എന്തായാലും അതൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ കടലൊന്ന് ശാന്തമാകുന്നുണ്ട്. മഴയെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഈ ഒരു മഴയത്ത് നന്നായിട്ട് സർവൈവ് ചെയ്യാനായിട്ട് മാഗി നല്ല കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ താന്നു പോകാതിരിക്കാനായിട്ട് നല്ലോണം കൈയടിച്ച് നീന്തിയിരുന്നു. പക്ഷേ ഈ ലൊറൈന് വലിയ വിഷയമില്ല, അവളുടെ ദേഹത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ. എന്തായാലും ഇതൊന്നും നോക്കിയതിന് ശേഷം ലൊറൈന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാഗി നല്ല രീതിയിൽ ടയേർഡായി ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിലിരുന്ന് അവൾ ഉറങ്ങിപ്പോവാണ്. ഇത് കണ്ട ലൊറൈൻ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം വെള്ളത്തിലിരുന്ന് ഉറങ്ങി എന്താ സംഭവിക്കുക, അങ്ങ് താന്നു പോയില്ലേ, നീന്തി നിൽക്കാനൊന്നും കഴിയില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ മാഗി ഉണർത്താണ് ലൊറൈന്. എന്നിട്ട് പറയണേ, നീ എന്തേ കാണിക്കുന്നേ, ഉറങ്ങല്ലേ, ഒരു കാര്യം ചെയ്യും, നിനക്ക് ക്ഷീണമായിട്ടായിരിക്കും അല്ലേ, നീ എന്റെ ദേഹത്തുള്ള ഈ ഒരു ലൈഫ് ജാക്കറ്റ് എടുത്തോന്ന് പറയണം. ഇപ്പൊ മാഗി ലൊറൈനെ ചീത്ത പറയണം, നീ എന്തേ ഈ പറയുന്ന ലൊറൈനെ, എനിക്ക് നീന്താനെങ്കിലും അറിയാം, പക്ഷെ നിനക്ക് നീന്താറിയില്ലല്ലോ, നീ എങ്ങനെ ഈ വെള്ളത്തിന് മുകളിൽ പിടിച്ചു നിൽക്കും എന്നൊക്കെ പറയുമ്പോൾ ലൊറൈൻ പറയാണ്, അതൊന്നും അല്ലടി, ഓൾറെഡി നമുക്ക് രണ്ടുപേരും നഷ്ടമായിട്ടുണ്ട്, നമ്മുടെ ലൂസിയെയും അതുപോലെ
അതുപോലെ തന്നെ റോത്തിനെയും. പിന്നെ കയ്യിൽ പോയി അവളെ കുറിച്ച് ഒരു ധാരണയില്ല, ഇനി വരുമോ ഇല്ലയോ എന്ന് പോലും. ഇതിനെല്ലാത്തിനും കാരണക്കാരി ആരാണ്? ഞാനല്ലേ, എന്റെ വിവാഹമല്ലേ, അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് നീ എന്റെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചോ, നീ ഉറങ്ങണ്ട, നീ ഇതിന്റെ മുകളിൽ തന്നെ നിൽക്കുകയെന്നിപ്പോ ഈ മാഗിയോട് പറയുമ്പോൾ മാഗി ഉണ്ടോ ഇത് കേൾക്കുന്നത്? ഒരാളെ ബലി കൊടുത്തുകൊണ്ട് ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് അവൾ ഇടുവോ? അവൾക്ക് നീന്താനെങ്കിലും അറിയാം. ഒരു രീതിയിൽ മാഗി സമ്മതിക്കുന്നില്ല. സമ്മതിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ ലൊറൈൻ്റെ ഉള്ളിൽ എന്തോ വല്ലാത്തൊരു മരണഭീതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും പേരുടെ മരണത്തിന് കാരണക്കാരി ഞാനാണല്ലോ എന്നുള്ള ആ ഒരു തോന്നലും കൂടെ ലൊറൈൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരെ വിട്ട് കളയാന്ന് വെച്ചാൽ അത് ഇവർക്ക് നടക്കുന്ന കാര്യമല്ല. ഇവരെല്ലാവരും 5 പേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നവരാണ്. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞു. ഈ മാഗി ടയേർഡ് കൊണ്ട് അവൾ പയ്യെ പയ്യെ വീണ്ടും ഉറങ്ങി പോവാണ് കേട്ടോ. എന്നാൽ ഇത്തവണ മാഗിയെ വിളിച്ചുണർത്താനായിട്ട് ലൊറൈൻ നിന്നില്ല. പകരം ലൊറൈൻ കാണിച്ച പരിപാടി എന്താണെന്നോ, അവൾക്ക് നീന്താൻ അറിയില്ലല്ലോ, കയ്യിൽ ആ ഒരു സാധനമുണ്ട്. ഇത് പിടിച്ചുകൊണ്ട് ലൊറൈൻ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു ലൈഫ് ജാക്കറ്റ് ഇപ്പൊ മാഗിയുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്ത് അത് നന്നായിട്ട് കെട്ടുന്നുണ്ട്. എന്നിട്ട് ലൊറൈന്റെ കീശയിൽ എന്തൊരു കാര്യം ഉണ്ടായിരുന്നു അതെടുത്ത് ഈ മാഗിയുടെ കീശയിൽ വെച്ച് അവളൊന്ന് കെട്ടിപ്പിടിച്ച് എന്തൊക്കെയോ അവളുടെ ചെവിയിൽ പറയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നീട് പയ്യെ 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 ലൊറൈൻ ആ ഒരു വെള്ളത്തിലേക്ക് താന്നു പോവാണ്. എന്നീ നടന്ന സംഭവങ്ങളൊന്നും നമ്മുടെ മാഗി അറിയുന്നില്ല. അത്രയും ക്ഷീണമുണ്ട്, അത്രയും ടയർഡ് ഉണ്ട്. അതുകൊണ്ട് അവൾ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അതായത് ഈ സിറ്റുവേഷനിൽ ആരെങ്കിലും ഒരാൾ ത്യാഗം ചെയ്തേ മതിയാവുള്ളൂ. മാഗി ഇനിയിപ്പോ ഉറങ്ങാതെ കണ്ണ് തുറന്നാ നിൽക്കുന്നെങ്കിൽ അവള് സമ്മതിക്കോ ഇതുപോലെ ലൊറൈനെ വെള്ളത്തിനടിയിലേക്ക് വിടാൻ? ആ ഒരു ലൈഫ് ജാക്കറ്റ് എടുക്കാൻ സ്വാർത്ഥമായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല. എന്നാൽ മാഗി ഉറങ്ങിയത് കൊണ്ട് മാത്രം അവളുടെ ദേഹത്തേക്ക് ഇതുപോലെ ആ ഒരു ജാക്കറ്റ് ഇട്ട് കൊടുത്തു. പാവം നമ്മുടെ ലൊറൈൻ വെള്ളത്തിനടിയിലായി പോവാണ്. കുറേ സമയം കഴിഞ്ഞു. ഇപ്പൊ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പൊ മാഗി മുഖത്ത് വെളിച്ചെല്ലാം അടിച്ചപ്പോ കണ്ണ് തുറന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ ലൊറൈനെ കാണാനില്ല. എന്താ പറ്റി? അവൾ എവിടെ പോയി? അവൾക്ക് നീന്താൻ വരെ അറിയില്ലല്ലോ. ജാക്കറ്റ് ആണെങ്കിൽ എന്റെ ദേഹത്തുണ്ട്. പെട്ടെന്ന് തന്നെ മാഗി ആ ഒരു ജാക്കറ്റ് ഓടി വെള്ളത്തിനടിയിലേക്ക് കുറേയൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ലൊറൈനെ എവിടെയും കാണാനില്ല. അവൾ ആ ഒരു ഒഴുക്കിൽ പെട്ടുപോയി. അല്ലെങ്കിൽ മിക്കവാറും സ്രാവുകൾ വന്ന് അവളെ കടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. മുകളിലേക്ക് വരികയാണ്. ആ ഒരു ജാക്കറ്റ് എടുത്ത് മാഗി ധരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവക്ക് വേണ്ടിയിട്ട് ലൊറൈൻ ത്യാഗം ചെയ്തു. അത് മാഗിക്ക് മനസ്സിലായി. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. മുകളിലേക്ക് നോക്കി ഒരുപാട് അലറി കരയാണ്. പിന്നീട് ഒരു തോന്നൽ ഉള്ളിലേക്ക് വരുന്നുണ്ട്, ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷേ എന്തോ ഒരു എനർജി അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. നീന്തി പോകാം എന്ന് തന്നെ ഈ മാഗി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നീന്തി പോകുന്ന സമയത്ത് ദാണ്ടെ അവളുടെ മുന്നിലേക്ക് ഒരു സ്രാവ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്തേക്ക് ഇപ്പൊ ഏകദേശം എത്താനായിട്ടുണ്ട്. എന്നാൽ എന്തോ ഒരു ധൈര്യം. ഓരോ സമയത്ത് നമുക്ക് ഓരോന്ന് തോന്നി പോകുമല്ലോ. മാഗി കൈ അങ്ങോട്ട് ചുരുട്ടി പിടിക്കുകയാണ്. ഇതിന്റെ മുൻഭാഗത്തേക്ക് മൂക്കിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുന്നുണ്ട്. സത്യം പറയാലോ ആ ഒരു സ്രാവ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇത് കണ്ടപ്പോ നമ്മുടെ മാഗി പൊട്ടി ഒരു പ്രാന്തിയെ പോലെ ചിരിക്കുകയാണ്. എന്താ കാര്യം? ലൊറൈൻ പറഞ്ഞത് സത്യമാണെന്ന് ഇവിടെ വെച്ച് മനസ്സിലായതുകൊണ്ട് അവൾ പറഞ്ഞല്ലോ സ്രാവ് വരുമ്പോ കത്തിയോ കോടാലിയോ ഒന്നും എടുത്തിട്ട് കാര്യമില്ല, അതിന്റെ കണ്ണിനോ മൂക്കിനോ കുത്തണം, അത് സത്യമായിരുന്നു. അവളെ കളിയാക്കി ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ മാഗിക്ക് വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ചിരിക്കുന്നുണ്ട്. ഈ സമയത്താണ് മാഗി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ മൂക്കിൽ നല്ലൊരു കുത്തി ഈ സ്രാവിന്റെ മുഖത്ത് നോക്കി കൊടുത്തില്ലേ, അതിൽ അവളുടെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. രക്തം ഒരിച്ചിരിയായിട്ട് വരുന്നുണ്ട്. വേഗം തന്നെ ആ ഒരു ഇച്ചിരി രക്തം ഉണ്ടല്ലോ അവള് വായിലാക്കിയിട്ട് അതങ്ങനെ കുടിക്കുകയാണ്. കാരണം രക്തം ഈ വെള്ളത്തിലാകാൻ പാടില്ല. ആയാൽ ഇനിയും സ്രാവുകൾ ഇങ്ങോട്ടേക്ക് വരും. അത് പിന്നെ പറയണ്ടല്ലോ എന്തായി തീരുമെന്ന്. പക്ഷെ എത്രയൊക്കെ വായിലേക്ക് രക്തം ആക്കാൻ നോക്കിയിട്ടും കാര്യമില്ല കേട്ടോ. നല്ല ബ്ലീഡിങ് വരികയാണ്. വെള്ളത്തിലേക്ക് ആ രക്തം ആകുന്നുണ്ട്. അധികം വൈകിയില്ല, സ്രാവുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ മാഗി നോക്കുമ്പോൾ ഈ പവിഴപ്പുറ്റുകൾ ചില ഭാഗത്തായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമല്ലോ, അതുപോലെ ഒരു പവിഴപ്പുറ്റ് മാഗി കാണുന്നുണ്ട്. വേഗം അതിന്റെ മുകളിലേക്ക് പോയി കയറി നിൽക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷേ പിന്നാലെ സ്രാവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവളെ ലക്ഷ്യമാക്കിയിട്ട് ഒരു കാര്യം ഇപ്പൊ മാഗി ചെയ്യുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് രക്തം കയ്യിൽ നിന്ന് വരുന്നുണ്ടല്ലോ. ഇത് അവളുടെ ലൈഫ് ജാക്കറ്റിലേക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കണം. നല്ല രക്തം അതിലാക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ജാക്കറ്റ് ഒരു ഭാഗത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. സോ നല്ല രക്തം അതിലായതുകൊണ്ട് തന്നെ സ്രാവുകൾ മുഴുവൻ സ്മെല്ല് കിട്ടി ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ മാഗി നേരെ നല്ല സ്പീഡിൽ നീന്തിയിട്ട് ആ ഒരു പവിഴപ്പുറ്റിന്റെ അടുത്തേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ആ ഒരു സ്രാവുകൾക്ക് മനസ്സിലായി അവർ വഞ്ചിക്കപ്പെട്ടു എന്ന്. അതായത് ശരിക്കുള്ളേര മറ്റൊരു ഭാഗത്തേക്ക് പോകണം. മാഗിയുടെ പിന്നാലെ വരുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറയാം. അതിന് മുന്നേ ആയിട്ട് അവൾ ആ ഒരു പവിഴപ്പുറ്റിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ആ ഒരു ആശ്വാസമായി. എന്തായാലും കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുറിവൊക്കെ ഉണ്ടല്ലോ അത് ഷർട്ടൊക്കെ കീറിയിട്ട് അത് വെച്ച് കെട്ടുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ പയ്യെ മയങ്ങി പോകുന്നുണ്ട്. ഇപ്പൊ അവളുടെ ആ ഒരു മുറിവായ കൈയാണെങ്കിൽ നേരെ വെള്ളത്തിലാവുകയാണ്. അതിൽ ആ ഒരു ബ്ലഡ് മിക്സ് ആവുന്നുണ്ട്. അധികം വൈകില്ല, വീണ്ടും സ്രാവ് വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ മാഗി കൈ വലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കൈ കടിച്ചെടുത്തേനെ. എന്തായാലും പിന്നീട് അവളുടെ ആ ഒരു ക്ഷീണൊക്കെ മാറിയല്ലോ. ഇച്ചിരി നേരം ഉറങ്ങിയത് കൊണ്ട് തന്നെ ക്ഷീണം മാറി. അവൾ നേരെ ചാടി എഴുന്നേറ്റ് നിൽക്കുകയാണ് ഈ ഒരു പവിഴപ്പുറ്റിന്റെ മുകളിലായിട്ട്. ഈ സമയത്ത് ഇവർ നോക്കുമ്പോൾ, അതായത് നമ്മുടെ മാഗി നോക്കുമ്പോൾ ചുറ്റും 2 സ്രാവുകൾ വാട്ടിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുവരി എന്നുള്ള ആ ഒരു ഭാവത്തിൽ. അതിന് പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് വെള്ളത്തിന്റെ ആ ഒരു ലെവല് പതിയെ പതിയെ കൂടി വരികയാണ്. ആ ഒരു പവിഴപ്പുറ്റ് വെള്ളത്തിൽ പതിയെ താന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ടും അധികം വൈകാതെ ഈ പുറ്റ് വെള്ളത്തിനടിയിലാകും. അതിനധികം സമയമൊന്നും വേണ്ട. അവൾക്ക് മനസ്സിലായി. അങ്ങനെ വെള്ളത്തിലായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും വട്ടത്തിൽ കറങ്ങാണ്. ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു പവിഴപ്പുറ്റിന്റെ കൂർത്ത കഷ്ണം കയ്യിൽ പിടിച്ച് അവൾ നിൽക്കുമ്പോൾ താണ്ടെ കുറെ ദൂരെയായിട്ടൊരു കാര്യം കാണാണ്. ഒരു ബോട്ട് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ മറ്റാരുമല്ല, നമ്മുടെ കയ്യിലും രക്ഷപ്പെടുത്താനുള്ള ആൾക്കാരും ഉണ്ട്. എന്ന് ഇത് കണ്ടപ്പോൾ നമ്മുടെ സ്രാവുമാർക്ക് തോന്നിയിട്ടുണ്ടാവും, ആഹാ ഇവള് രക്ഷപ്പെട്ടു പോകാനല്ലേ, അങ്ങനെ നിന്നെ വിടൂലടിയെന്ന്. കാരണം ഓൾറെഡി വെള്ളം കയറി കഴിഞ്ഞു. അവളുടെ
മുട്ടിന്റെ അടുത്തേക്ക് ഏകദേശം വെള്ളെത്താനായിട്ടുണ്ട്. നല്ല സുഖമായിട്ട് സ്രാവുകൾക്ക് വന്നിട്ട് അവളുടെ കാലിനിട്ട് ഒരു കടി കടിക്കാം. അപ്പോൾ അവന്മാർ വരുന്ന ആ ഒരു വരുത്തിപ്പോ മാഗി കാണുന്നുണ്ട്. അപ്പൊ ഇനി നിന്നിട്ട് കാര്യമില്ല, വെള്ളത്തിലേക്ക് ചാടിയിട്ട് മാക്സിമം വേഗത്തിൽ നീന്തുക. എന്തായാലും മാഗി ഇതുപോലെ വരുന്നത് കയ്യിലെ കാണാണ്. മാഗിയുടെ പിന്നാലെ തന്നെ ആ ഒരു സ്രാവുണ്ട്. മാക്സിമം വേഗത്തിൽ ആ ഒരു ബോട്ട് ഇവർ കൊണ്ടുവരികയാണ്. ഷാർക്കാണെങ്കിൽ പിന്നാലെയുണ്ട്. ഇപ്പൊ കടിക്കും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോ ഒരു 4-5 സെക്കൻഡുകളുടെ ഗ്യാപ്പിൽ കയ്യിൽ വന്നിട്ട് മാഗിയുടെ കൈ പിടിക്കുകയാണ്. ഒരേറ്റ തൂക്കലാണ് ബോട്ടിലേക്ക്. അപ്പോഴേക്ക് ഷാർക്ക് വന്നിട്ട് എന്നിട്ട് കടിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ അവന്റെ വായിൽ നമ്മുടെ മാഗിയെ കിട്ടിയില്ല കേട്ടോ. എന്തായാലും രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് കയറിയ സമയത്ത് കയ്യിൽ ചോദിക്കുകയാണ്, മാഗി എവിടെ? ലൂസിയും അതുപോലെ തന്നെ ലൊറൈനും അവർക്ക് എന്താ പറ്റിയത്? ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ മാഗി രണ്ടുപേരും മരിച്ചുപോയി. ലൂസി ഇതുപോലെ സ്രാവുകൾ കടിച്ചു കൊല്ലുന്നു കണ്ടു. എന്നാൽ ലൊറൈനെ എന്താ പറ്റിയെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാണ്. ഇപ്പൊ രണ്ടുപേരും ഇരുന്ന് കരയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മാഗിയുടെ കീശയിൽ വെച്ച് എന്തോ ഒന്ന് ഇപ്പോ മാഗി കിട്ടി. നോക്കുമ്പോൾ അത് ലൊറൈൻ വെച്ച ആ ഒരു പാവയെ പോലുള്ള ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ എന്തോ ഒരു ബാൻഡ് പോലുള്ള എന്തോന്നായിരുന്നു. ഇത് കണ്ടപ്പോൾ രണ്ടുപേരും കിടന്ന് കരയാൻ തുടങ്ങുന്നത്. കാരണം ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഘട്ടത്തിൽ എന്നൊരിക്കലും ഇവർ വാങ്ങിയൊരു കാര്യമാണ്. സോ ആ ഒരു വിവാഹ സമയത്ത് എല്ലാവർക്കും കൂടി ഇത് കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ലൊറൈൻ ഇത് അവളുടെ കയ്യിൽ തന്നെ വെച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞു അത് കൊടുക്കാനായിട്ട് ലൊറൈന് പറ്റിയില്ല. അതിനു മുന്നേ ആ ഒരു പാവം മരിച്ചുപോയില്ലേ. അപ്പൊ മാഗിയുടെ കീശയിലേക്ക് ലൊറൈൻ ഇത് മനഃപൂർവ്വം വെച്ചു കൊടുത്തതാണ്. അവൾക്കറിയാം അവള് മനഃപൂർവ്വം നമ്മുടെ മാഗിക്ക് വേണ്ടി അവളുടെ ആ ഒരു ജീവൻ കളഞ്ഞതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോ കൂട്ടുകാരല്ലേ, അത്രയും സൗഹൃദമല്ലേ അവരുടെ ഉള്ളില്, നെഞ്ചി പിടക്കുകയാണ് ഇവരുടെ ഉള്ളില്. എന്തായാലും ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടുന്ന്. അവരെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവുകയാണ്. സോ ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. എന്തായാലും 5 പേരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും നമുക്ക് മറക്കാൻ പറ്റില്ല. പോയവരിൽ 3 പേര് മരണപ്പെട്ടു പോയി, 2 പേർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിഞ്ഞുള്ളൂ. എന്തായാലും സാഹസികമായിട്ടുള്ള യാത്രകൾ പോകുന്നതൊക്കെ നല്ലതാണ്. എന്നാൽ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ച് എക്സ്ട്രാ സേഫ് ആയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഒരിക്കലും എടുത്ത് ചാടരുത് കേട്ടോ. നിങ്ങൾ പോകുമ്പോഴും ആ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ എന്തായാലും ഇതിനേക്കാൾ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ തന്നെ കാണാം. അപ്പൊ ഓക്കെ, ബൈ.